നല്ല മഴയൊക്കെ പെയ്തു നിൽക്കുന്ന സമയത്ത് ഇടുക്കിയിലേക്ക് ഒരു യാത്ര പോയാലും വണ്ടേഴ്സ് ട്രിപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാ യാത്രകളും ഏർലി മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഈ യാത്രയും അതുപോലെ തന്നെ ഏർലി മോർണിംഗ് ഒരു 5 മണിയോടെ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ മൂന്നാറേക്കൊന്നുമല്ല യാത്ര, ചെറുതോണിയാണ് ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് വലുതായി മഴയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ വേഗം നമ്മളെ യാത്ര ആരംഭിച്ചു. കൊച്ചിയിൽ നിന്ന് ചെറുതോണിയിലേക്ക് 100 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് വേണം നമ്മൾ ചെറുതോണി എത്താൻ. നമ്മൾ ഇത്തവണ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കോളഞ്ചേരിയിൽ നിന്ന് ആലപ്പുഴ മധുര ഹൈവേ ഒക്കെ കയറി ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന വ്യത്യസ്തമായ റൂട്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പല കാഴ്ചകളും നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞു. എറണാകുളം ജില്ലയുടെ പല ഭാഗത്തും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയായിരുന്നു നമ്മളെ യാത്ര. അങ്ങനെ നമ്മൾ പതിയെ മല കയറി തുടങ്ങി. ഈ ഒരു റൂട്ടിലൂടെ പോകുമ്പോൾ 2 വലിയ ഹാർപിൻ ബെൻഡുകളാണുള്ളത്. ബാക്കിയുള്ളതൊക്കെ നോർമൽ ആയിട്ടുള്ള കയറ്റം തന്നെയാണ്. വെൺമണി എന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പോൾ നമുക്ക് ധാരാളം ഹോട്ടലുകളും ടോയ്ലറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ ബോർഡുകളും ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഈ മനോഹരമായ ലൊക്കേഷൻ വരുന്നത്. ഒരു കിടിലം വ്യൂ പോയിന്റും അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചായക്കടയും. ആ ചായക്കടയിൽ നിർത്തി നമ്മളൊരു ചായയൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു. ഈ ഒരു റൂട്ടിൽ വാഹനങ്ങൾ വളരെ കുറവായത് കൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ മഴയൊക്കെ തോർന്ന് നല്ല ഇളം വെയിലും അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ കോടകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറുതോണി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ആർച്ച് ഡാമും ഒക്കെയാണ്. എട്ടര ആയപ്പോഴാണ് നമ്മൾ ചെറുതോണിയിലെത്തിയത്. ചെറുതോണിയിലെത്തിയപ്പം നമ്മൾ ആദ്യം പരതിയത് നല്ലൊരു ഹോട്ടലാണ്. ചെറുതോണി ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിനായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചത്. ഈ ഒരു ഹോട്ടൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ചെറിയൊരു പണി കിട്ടി ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഈ ഒരു പരിസരത്ത് ഈ ഒരു സമയത്ത് വേറെ ഹോട്ടലൊന്നും കണ്ടില്ല, കാരണം നമ്മളൊരു ഞായറാഴ്ച ദിവസമായിരുന്നു ഈ ഒരു യാത്ര നടത്തിയിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതിയെ പുറത്തിറങ്ങി. ചെറുതോണിയിൽ വന്നു കഴിഞ്ഞാൽ പോകേണ്ട ഒരു സ്ഥലമാണ് ഹിൽ വ്യൂ പാർക്ക്. ഈ ഒരു ഹിൽ വ്യൂ പാർക്ക് നമുക്ക് ഡാമിന്റെയും അതിന്റെ കാച്ച്മെന്റ് ഏരിയന്റെയും ഒക്കെ നല്ലൊരു വ്യൂ കിട്ടുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണിയോടെയാണ് ഈ ഒരു പാർക്ക് ഓപ്പൺ ആകുന്നത്. നിങ്ങൾ കാറും ബൈക്കും ഒന്നും എടുക്കാതെ ബസ്സിലാണ് ചെറുതോണിയിലേക്ക് വരുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്ന് ധാരാളം ബസ്സുകൾ, അത് പ്രൈവറ്റ് ആയാലും KSRTC ബസ്സായാലും ധാരാളം സർവീസുകൾ ചെറുതോണിയിലേക്കുണ്ട്. PWD ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത്. നിങ്ങൾ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് PWD ഗസ്റ്റ് ഹൗസിലെ റൂമുകൾ. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. വലിയ ബഡ്ജറ്റ്, വലിയ പൈസയോ ഒന്നും ആവില്ല. ചെറിയ പൈസക്ക് നമുക്ക് ഇവിടുത്തെ റൂം ബുക്ക് ചെയ്യാൻ പറ്റും. പാർക്കിംഗിൽ നിന്ന് ചെറിയൊരു കയറ്റം കയറി വേണം ടിക്കറ്റ് കൗണ്ടർ എത്താൻ. 25 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് പ്രൈസ്. കുട്ടികളാണെങ്കിൽ 15 രൂപയേ ഉള്ളൂ. ഇത് കൂടാതെ ക്യാമറ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഇതിനൊക്കെ എക്സ്ട്രാ പൈസ വേറെ തന്നെ കൊടുക്കണം. അതിൻ്റെയൊക്കെ റേറ്റ് പുറത്തുള്ള ബോർഡിൽ നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും മേളിലേക്ക് കയറി പോകണം. മേളിലേക്ക് കയറി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ വ്യൂ പോയിന്റുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളും കുറേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ഹിൽ വ്യൂ പാർക്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെല്ലാം വെച്ച് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഹിൽ വ്യൂ പാർക്കിൽ നിന്ന് കിട്ടുന്ന ഡാമിൻ്റെ ആ വ്യൂ ആണ്. ആ ഡാമും ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും ഒക്കെ കൂടി ഒരു മനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആയിരത്തി 1975 ഒക്ടോബർ 4 ഈ ഡാമിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പെരിയാർ നദിയിൽ കുറുവൻമലയും കുറത്തിമലയുടെയും കണക്ട് ചെയ്തിട്ടാണ് ഈ 2 ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലെ ടോളസ്റ്റും വേൾഡിൽ 3ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് നമുക്ക് ഈ മുന്നിൽ കാണാൻ കഴിയുന്നത്. 25 രൂപ കൊടുത്ത് അകത്ത് കയറിയാലും ഇവിടെയുള്ള ഓരോ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. നമ്മൾ ഓരോ കാഴ്ചകളായിട്ട് കണ്ട് ഈ ഒരു മല കയറിപ്പോയി നമ്മൾ കയറി പോകുന്ന വഴിക്കൊക്കെ പലതരം ആക്ടിവിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. അതുകൂടാതെ ഒരു ഊഞ്ഞാലും കൂടെയുണ്ട്. ആ ഊഞ്ഞാലാണ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. നമ്മളങ്ങനെ ഡാമിലെ കാഴ്ചകളും ആ പാർക്കിലെ വിശേഷങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി താഴോട്ടിറങ്ങി വന്നു. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് കുമിളിയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 46 കിലോമീറ്ററോളം ദൂരം വരും കുമിളിയിലേക്ക്. കുമിളി പോയി നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നല്ലേ, ഒരു അടിപൊളി റിസോർട്ട് നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. സ്റ്റേ ട്യൂൺഡ്. ബൈ.